ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മുത്തുകൊണ്ടുള്ള ഒരു ടേബിൾ മാറ്റാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ മുത്താണ്, അതിന് നമ്മൾക്ക് നൈലോൺ വയറ് വേണം. പിന്നെ ഇങ്ങനെ സെറ്റായിട്ട് നമ്മൾക്ക് മാല പോലെ കിട്ടും. അത് കുറച്ചുകൂടി ഉണ്ടായിരുന്നു, ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് ഗ്രാം കണക്കിന് പാക്കറ്റിലും കിട്ടുന്നതാണ്. ഇപ്പോൾ മുത്ത് വാങ്ങുമ്പോൾ നമ്മളതിന് നല്ല ഹോളുള്ളത് നോക്കി വാങ്ങണം. പിന്നെ അത് കോർക്കാൻ, വയറ് കോർക്കാൻ പാകത്തിന് ഒരു നീഡിലും വേണം. ഇപ്പോൾ 2 കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ സെൻറ്ററിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത്. ഫസ്റ്റ് നമ്മൾ ഗ്രീനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ 5 6. ഇപ്പോൾ നമുക്ക് 6 ബീഡ്സാണ് വേണ്ടുന്നത് ഒരു റൗണ്ടിന്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് റോയ്ക്ക് 6 ബീഡ്സ്, 6 മുത്ത് ഗ്രീൻ മുത്ത് എടുത്തിട്ട് നമുക്ക് 2 തവണ അതിനെ ഒന്ന് കെട്ടിക്കൊടുക്കുക, ഒരു റൗണ്ടാക്കിയിട്ട്. അപ്പോൾ ആ വയറ് തങ്ങളിൽ 2 പ്രാവശ്യം ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇപ്പോൾ 2 നോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടുന്നത്. ഇനി നമ്മൾക്ക് സെക്കൻഡ് റോ ആണ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് കളർ നമുക്ക് നെക്സ്റ്റ് കളറിലാണ്, വൈറ്റ് ബീഡ്സിലാണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രീൻ മുത്തിൽ വയറിനെ കൊണ്ടുവരിക, സൂചി. ഇപ്പോൾ ഒരു ഗ്രീൻ മുത്തിലോട്ട് എടുക്കുക. എടുത്തിട്ട് ഇപ്പോൾ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 5 വൈറ്റ് മുത്താണ് വേണ്ടുന്നത്. ഇപ്പോൾ ഓരോ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 5 പേൾസാണ് വേണ്ടുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ഗ്രീൻ മുത്ത് ആൾറെഡി ഉണ്ട് അവിടെ. ഇപ്പോൾ ഒരു റൗണ്ടിന് ടോട്ടൽ 6 ബീഡ്സാണ് വേണ്ടുന്നത്. 6 മുത്താണ് വേണ്ടുന്നത്. ഇപ്പോൾ 5 വൈറ്റ് മുത്തും കൂടി കോർത്താൽ മതിയാകും. ഇപ്പോൾ നമ്മൾ ആ ഗ്രീനിൽ എവിടെ നിന്നാണോ നമ്മൾ വയർ കിടക്കുന്നത് അവിടെ ആ മുത്തിൽ തന്നെ കൊണ്ടുപോയി ക്ലോസ് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾക്ക് ഒരു റൗണ്ട് ആവുന്നത്. ഇപ്പോൾ നമ്മൾ 5 വൈറ്റ് മുത്താണ് എടുത്തിട്ടുള്ളത്, ഒരു ഗ്രീൻ മുത്തും. ഇനിയിപ്പോൾ സെക്കൻഡ് റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് 4 എടുത്താൽ മതിയാകും, 4 മുത്തെടുത്താൽ മതിയാകും. കാരണം ഒരു നെക്സ്റ്റ് ഗ്രീൻ മുത്തിനെ ഇനി എടുക്കുക. ഇനി രണ്ടാമത്തെ ഗ്രീൻ മുത്തിനെ എടുത്തിട്ട് വീണ്ടും നമ്മൾ 4 വൈറ്റ് മുത്ത് കോർക്കുക. ടു 3 4. ഇപ്പം 4 വൈറ്റ് മുത്തും ഒരു ഗ്രീൻ മുത്തുണ്ട് നമ്മൾക്ക്. പിന്നെ ആ റൗണ്ടിൻ്റെ ഫസ്റ്റ് റൗണ്ടിൻ്റെ ഒരു ഗ്രീൻ മുത്തിലാണ് നമ്മളിത് ജോയിൻറ്റ് ചെയ്യുന്നത് റൗണ്ടായിട്ട്. ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നാണ് ഓരോ റൗണ്ട് ഞാൻ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും നമ്മൾക്ക് ഫസ്റ്റ് സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ 5 പേൾസാണ് എടുത്തത്. നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾക്ക് 4 ബീഡ്സാണ് വേണ്ടത്. അപ്പോൾ 4 മുത്തിനെ എടുത്തു, പിന്നെ ഒരു ഗ്രീൻ മുത്തും ഒരു വൈറ്റ് മുത്തും അവിടെ ഉണ്ട്. അങ്ങനെ ടോട്ടൽ 6 ബീഡ്സ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 റൗണ്ടായി കഴിഞ്ഞു. അപ്പോൾ റൗണ്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ 6 പേൾസ് ചെയ്യുന്നതിൻ്റെ ഓരോ റൗണ്ടുമാണ്. ഇപ്പോൾ സെക്കൻഡ് റോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി വീണ്ടും 1 2 3 4 വീണ്ടും നമ്മൾ 4 മുത്തിനെ എടുത്തിട്ട് ജോയിൻറ്റ് ചെയ്യുക. ആ വൈറ്റ് ബീഡ്സിൽ, സ്റ്റാർട്ടിങ്ങിലുള്ള ആ വൈറ്റ് ബീഡ്സും പിന്നെ നമ്മൾ ഓരോ റൗണ്ടിനും ഓരോ ഗ്രീൻ മുത്ത് എടുക്കുന്നുണ്ട്.
ഇപ്പോൾ 6 ഗ്രീൻ മുത്തിൽ 6 റൗണ്ടും വരുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ ഗ്രീൻ മുത്ത് എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് റൗണ്ട് 5 പേൾസ് വൈറ്റ് എടുത്തു. സെക്കൻഡ് റൗണ്ടിന് നമ്മൾ 4 എടുത്തു. തേർഡിനും 4 എടുത്ത്. ഇനി ഫോർത്തിനും ഫിഫ്ത്തിനും എല്ലാം 4 തന്നെയാണ്. പിന്നെ റൗണ്ട് ക്ലോസ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് റോ ക്ലോസ് ചെയ്യുമ്പോഴാണ് ഒരെണ്ണം കുറച്ച് ചെയ്താൽ മതിയാകും മുത്ത്. ഇനി നമ്മൾക്ക് 4 ബീഡ്സ് എടുത്തതിന് ശേഷം നമുക്കവിടെ ഒരു വൈറ്റ് മുത്തും ഒരു ഗ്രീൻ മുത്തും ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ 6 ആവുന്നു. ഇനിയാണ് നമ്മൾ സെക്കൻഡ് റോ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ആൾറെഡി എത്ര മുത്തുണ്ടെന്ന് നോക്കിയിട്ട് വേണം അത് ക്ലോസ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾക്ക് ഒരു സൈഡിലെ മുത്തുള്ളായിരുന്നു. ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ 2 സൈഡിലും മുത്ത് വൈറ്റ് ഓരോന്ന് വരും. പിന്നെ ഒരു ഗ്രീൻ നമുക്ക് ആൾറെഡി ഉണ്ട്. അപ്പോൾ അങ്ങനെ ടോട്ടൽ പിന്നെ നമ്മൾക്ക് 3 മതിയാകും. അപ്പോൾ 6 ആകും ടോട്ടൽ. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് റോ ക്ലോസ് ചെയ്യുമ്പോൾ 3 വൈറ്റ് മുത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയി. നമുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ 3 മുത്തെടുത്താൽ മതിയാകും. 3 ബീഡ്സാണ്. ഇപ്പോൾ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ 5 ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് റൗണ്ടിന് 4, നെക്സ്റ്റ് റൗണ്ട് 4, നെക്സ്റ്റ് റൗണ്ട് 4, അങ്ങനെ 6ാമത്തത് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴാണ് 3 മുത്തെടുക്കേണ്ടത്. 3 ബീഡ്സ് എടുത്ത് ക്ലോസ് ചെയ്യുക. ഇത് ഹെക്സഗൺ ഷേപ്പാണ്. അപ്പോൾ 6 വശങ്ങളാണ് ഇതിനുള്ളത്. അപ്പം ഏതെങ്കിലും ഒരു കോർണറിൽ കൊണ്ടുപോയിട്ട് ഇനി വീണ്ടും നമുക്ക് തേർഡ് റോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു വൈറ്റ് മുത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കോർണർ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വയർ എവിടെയാണോ അടുത്തുള്ളത്. ഇനി അടുത്തത് നമ്മൾക്ക് തേർഡ് റോയും വൈറ്റ് മുത്തിൽ തന്നെയാണ് ചെയ്യേണ്ടുന്നത്. ഇപ്പം പറഞ്ഞല്ലോ, തേർഡ് റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾക്ക് 5 ബീഡ്സാണ് വേണ്ടുന്നത്. ആൾറെഡി ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു മുത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, വയറ് കൊണ്ടുവരുന്നത്. അതേ മുത്തിൽ തന്നെ ലെഫ്റ്റിലോട്ടെടുത്താണ് റൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ 5 ബീഡ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത് സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പോൾ തേർഡ് റോ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പിന്നെ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നമ്മൾ 5 ബീഡ്സാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു റൗണ്ട് നമുക്ക് കംപ്ലീറ്റായി. ഇപ്പോൾ തേർഡ് റോയുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റായി. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് നോക്കണം. ഇപ്പോൾ നമ്മൾ 2 മുത്ത് വൈറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലെ ഒരു മുത്തും കൂടിയുണ്ട് ഫസ്റ്റ് റൗണ്ടിൻ്റെ. അപ്പോൾ ടോട്ടൽ നമ്മൾക്ക് 3 മുത്ത് ആൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾക്കിനിയും 3 മുത്ത് കൂടി കോർത്താൽ മതിയാകും. 1, നമ്മൾക്ക് ഇവിടെ 2 വൈറ്റ് മുത്ത് നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ 3 ബീഡ്സാണ് നമ്മൾക്ക് വേണ്ടത്. 3 മുത്ത് കോർത്താൽ മതിയാകും. ഇപ്പം നമ്മൾ തേർഡ് റോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 5 ബീഡ്സ് എടുത്തു. നെക്സ്റ്റ് നമ്മൾക്ക് 3 ബീഡ്സ്. കാരണം നമ്മളവിടെ 2 മുത്ത് നമ്മൾ എടുക്കുന്നുണ്ട് ഈ സെക്കൻഡ് റൗണ്ടിന് വേണ്ടി. ആൾറെഡി അവിടെ ഉണ്ട്. പിന്നെ സൈഡിലെ ലെഫ്റ്റിലോട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്ന ഒരു മുത്ത് എപ്പോഴും നമ്മൾക്കവിടെ ഉണ്ട് റോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ നമ്മൾക്കവിടെ 2 മുത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് 4 ബീഡ്സാണ് വേണ്ടുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് 2 മുത്താണ് വരുന്നത്. നമുക്ക് ആ ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 ബീഡ്സ് എടുത്തിട്ട് ആ റൗണ്ട് ക്ലോസ് ചെയ്യണം. അപ്പം 4 മുത്ത് കോർത്തിട്ട് നമുക്ക് ആ ലെഫ്റ്റിലോട്ട് ആ വൈറ്റ് മുത്തിൽ സ്റ്റാർട്ടിങ്ങിലെ മുത്തിലാണ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. റൗണ്ട് ക്ലോസ് ആവുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് 3 ബീഡ്സ് മതിയാകും. അപ്പോൾ ആ കോർണറിലാണ്
അപ്പം നമ്മൾക്ക് ആ ഷേപ്പ് വരാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെയാണ് ഇത് മുത്തുകോർത്ത് ചെയ്യേണ്ടുന്ന വിധം. ഇനി നമുക്ക് 3 ബീഡ്സ് എടുത്ത് ആൾറെഡി അവിടെ ഉണ്ട്, നമ്മൾ 2 മുത്ത് ആൾറെഡി അവിടെ ഉണ്ട് വൈറ്റ്, പിന്നെ ലെഫ്റ്റിൽ ഒരെണ്ണം ജോയിൻറ്റ് ചെയ്യുന്ന ഒരു മുത്ത്, അങ്ങനെ 3 മുത്തുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ 3 മുത്ത് കൂടി കോർക്കുക. അപ്പോൾ 3 ബീഡ്സ് കോർത്തത് ആ റൗണ്ട് ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് ഇനി നമുക്ക് 4 ബീഡ്സാണ് വേണ്ടത്. എന്നാലേ അത് കറക്റ്റായിട്ട് ഷേപ്പ് വരും നമ്മൾക്ക്. അപ്പം നെക്സ്റ്റ് നമ്മൾ ഒരു വൈറ്റ് മുത്തേ എടുക്കുന്നുള്ളൂ. താഴത്തെ റൗണ്ടിൻ്റെ താഴത്തെ റോയുടെ, കാരണം സെക്കൻഡ് റോയുടെ ഒരു വൈറ്റ് മുത്തേ എടുക്കുന്നുള്ളൂ. കഴിഞ്ഞ റൗണ്ടിന് നമ്മൾ 2 വൈറ്റ് മുത്തെടുത്തിരുന്നു. ഇനി നമുക്ക് 4 ബീഡ്സാണ് വേണ്ടുന്നത്. 4 മുത്ത് കോർത്തിട്ട് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് വീണ്ടും 3 ബീഡ്സ് മതിയാകും. ഇപ്പോൾ ഒരു റൗണ്ട് 4 ബീഡ്സ് എടുത്താൽ നെക്സ്റ്റ് റൗണ്ട് 3, നെക്സ്റ്റ് 4, നെക്സ്റ്റ് 3, ബാക്കി 3 നമ്മൾക്ക് കഴിഞ്ഞ റൗണ്ടിൽ തന്നെ എടുക്കുന്നുണ്ട്, കഴിഞ്ഞ സെക്കൻഡ് റോയിൽ. അപ്പോൾ അതിലേക്കൂടാണ് നമ്മൾ മുത്ത് കൊണ്ടുവരേണ്ടത്. 1 2 3. അപ്പോൾ 3 ബീഡ്സ് എടുത്ത് നമുക്ക് ആ റൗണ്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഓരോ കോർണറും വരുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ 3 ബീഡ്സാണ് എടുത്തത്. നെക്സ്റ്റ് ഇനി നമുക്ക് 4 ബീഡ്സാണ്. അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ 4 ബീഡ്സാണ് നെക്സ്റ്റ്. 4 ബീഡ്സ് എടുത്തിട്ട് ഇപ്പോൾ 2 ബീഡ്സ് അവിടെ ആൾറെഡി ഉണ്ട് നമ്മൾക്ക്. അപ്പോൾ നമുക്ക് 6 ആവും. നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് റൗണ്ടിന് 2 ബീഡ്സ് എടുക്കും. അങ്ങനെയാണ് സെക്കൻഡ് റോ കംപ്ലീറ്റ് ചെയ്യുന്നത്. 4 ബീഡ്സ് എടുത്ത് നമുക്ക് ഈ 4 ബീഡ്സ് എടുക്കുന്നത് കോർണർ ഭാഗമായിട്ടാണ് വരുന്നത്. ഒരു പ്രാവശ്യം 4 ബീഡ്സ് എടുത്താൽ നെക്സ്റ്റ് നമുക്ക് 3 ബീഡ്സ് എടുത്താൽ മതിയാകും. നെക്സ്റ്റ് നമ്മൾ 2 വൈറ്റ് മുത്തും കൂടി എടുക്കുന്നുണ്ട്. 1 ഒരു വൈറ്റ് മുത്തും കൂടി നെക്സ്റ്റ് റൗണ്ടിന് വേണ്ടി എടുക്കുന്നുണ്ട്. ആ മുത്തിൽ കൂടി കൊണ്ടുവരണം വയറിനെ. ഇനി നമ്മൾക്ക് 3 മുത്തും കൂടി കോർത്തിട്ട് ആ സൈഡിലെ ഒരു മുത്തിലാണ് നമ്മൾ ആ റൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും 3 മുത്തെടുത്തിട്ട് ആ ലെഫ്റ്റിലോട്ട് ആ കഴിഞ്ഞ റൗണ്ടിൻ്റെ ആ ഫസ്റ്റ് മുത്തിൽ അപ്പം നമുക്ക് ആ റൗണ്ട് ക്ലോസ് ആവുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഒരു മുത്തേ എടുക്കുന്നുള്ളൂ വൈറ്റ്. അപ്പോൾ നമുക്ക് 4 ബീഡ്സ് വേണ്ടി വരും. 4 3 4 3 അങ്ങനെയാണ്. ഇപ്പോൾ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മാത്രമാണ് നമ്മൾ തേർഡ് റോയും സ്റ്റാർട്ട് ചെയ്തപ്പോൾ മാത്രമാണ് 5 ബീഡ്സ് എടുത്തത്. ഇവിടെ പിന്നുള്ളതെല്ലാം 4 3 4 3 അങ്ങനെയാണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് തേർഡ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പം നമുക്ക് ടോട്ടൽ അവിടെ എത്ര മുത്തുണ്ടെന്ന് നോക്കണം. ഇപ്പം റൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ വൈറ്റ് മുത്തുണ്ട്. അപ്പം 1 2 3 4 ബീഡ്സ് വരുന്നുണ്ട്. അപ്പം നമുക്ക് 2 ബീഡ്സ് എടുത്താൽ മതിയാകും. ആ സൈഡിലെ ആ ജോയിൻറ്റ് ചെയ്യേണ്ടത് ആ റൈറ്റ് സൈഡിലെ മുത്തിൽ വയറിനെ കൊണ്ടുപോവുക. ശേഷം അപ്പം നമുക്ക് 1 2 3 4 വരുന്നുണ്ട്.
അപ്പോൾ 2 ബീഡ്സ് മതിയാകും ക്ലോസ് ചെയ്യുമ്പോൾ. തേർഡ് റോ ക്ലോസ് ചെയ്യുമ്പോൾ. എന്നിട്ട് ആ ലെഫ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ വൈറ്റ് മുത്തിൽ കൊണ്ടുവന്നിട്ട് റൗണ്ട് ക്ലോസ് ചെയ്യുക. ഇത് ക്ലോസ് ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ 2 നമുക്ക് 2 മുത്തെടുത്താൽ മതിയാകും, 2 ബീഡ്സ്. ഇനി നമുക്ക് ഒരു കോർണറിൽ ഒരു മുത്തിൽ കൊണ്ടുവരണം നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് തേർഡ് റോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മളെ കോർണറിൽ വയർ കൊണ്ടുവരിക. ശേഷം നെക്സ്റ്റ് കളർ കൊടുക്കാം. ഇപ്പോൾ ഈ ഗ്രീൻ കളറിന് ഇത്തിരി ഹോള് കുറവാണ്. ഇപ്പോൾ വാങ്ങിയപ്പോഴത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ നമ്മൾക്ക് മുത്ത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇച്ചിരി നല്ല ഹോളുള്ള മുത്ത് വാങ്ങണം. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 4th റോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഓരോ റോയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം 5 മുത്താണ് എടുക്കേണ്ടത്, 5 ബീഡ്സ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരേ ഒരു മുത്തേ നമ്മൾ എടുക്കുന്നുള്ളൂ കഴിഞ്ഞ റൗണ്ടിൽ. നെക്സ്റ്റ് വരുമ്പോൾ 2 മുത്തെടുക്കും. നെക്സ്റ്റ് വൈറ്റ് മുത്ത് 2 നമ്മൾ എടുക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ മാത്രം 1 എടുത്തുള്ളൂ. ഇപ്പോൾ 4th റൗണ്ട് അങ്ങനെയാണ്. 2 വൈറ്റ് പേളിൽ കൂടി വയറിനെ കൊണ്ടുവന്ന് വൈറ്റ് മുത്തിൽ കൂടി. ഇനി അപ്പോൾ ഒരു ഗ്രീനിലാണ് നമ്മൾ റൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 3 ബീഡ്സ് മതിയാകും. ഇപ്പം മുത്ത് വാങ്ങണമെന്ന് തന്നെ ഇല്ല. ഇപ്പം മാലയൊക്കെ കുട്ടികളുള്ളിടത്ത് മാലയൊക്കെ പൊട്ടിയ മാലയുടെയൊക്കെ മുത്ത് ധാരാളം കാണും. അപ്പോൾ അതൊക്കെ കളയാതെ പല കളർ വെച്ചൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്യാം. വലിയ മുത്തായാൽ നല്ലത് തന്നെയാണ്. ജസ്റ്റ് നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ ഗ്രീൻ മുത്തിൽ കൂടി കൊണ്ടുവന്ന് റൗണ്ട് ആക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ വൈറ്റ് മുത്തിൽ കൂടി കൊണ്ടുവരിക. നെക്സ്റ്റ് നമ്മൾ 2 വൈറ്റ് മുത്തിൽ കൂടിയാണ് കൊണ്ടുവരുന്നത്. വയറിനെ 2 വൈറ്റ് മുത്തിൽ കൂടി കൊണ്ടുവന്നിട്ട് വേണം വീണ്ടും 3 ബീഡ്സാണ് എടുക്കേണ്ടത്. 3 വൈറ്റ് മുത്താണ്. അപ്പോൾ ഒരു ഗ്രീനും ആൾറെഡി നമുക്ക് താഴെ 2 വൈറ്റ് മുത്തുണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് 6 വരണം. അപ്പോൾ 3 ബീഡ്സ് മതിയാകും. അവിടെ വൈറ്റ് നമുക്ക് ഈ റൗണ്ടിന് വേണ്ടി 2 വൈറ്റ് മുത്തിൽ കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോഴാണ് നമുക്ക് ഈ ഹെക്സഗൺ ഷേപ്പ് വരുന്നത്. വീണ്ടും ആ ലാസ്റ്റ് ആ കോർണറിലെ വൈറ്റ് ബീഡ്സിൽ കൊണ്ടുപോവുക വയറിനെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു മുത്ത എടുത്തിട്ടുള്ളൂ വൈറ്റ് പേള്. സെക്കൻഡ് റൗണ്ടിന് നമ്മൾ 2 എടുത്തു. തേർഡ് റൗണ്ടിനും 2 എടുത്തു. ഇപ്പോൾ 4th റൗണ്ടിന് നമ്മൾ ഒരു വൈറ്റ് മുത്ത എടുക്കുന്നുള്ളൂ. അപ്പം നമുക്ക് 4 ബീഡ്സ് വേണ്ടി വരും. അപ്പോൾ ഒരു ഗ്രീനും ഒരു വൈറ്റും ഉണ്ട് നമുക്ക്. ഇതേ രീതിയിലാണ് നമുക്ക് ചെയ്തു കൊണ്ടത്. ഇനി നമ്മൾക്ക് 3 മുത്തെടുത്താൽ മതിയാകും. കാരണം വൈറ്റ് 2 ബീഡ്സിൽ കൂടി നമ്മൾ വയറിനെ കൊണ്ടുപോകണം. അടുക്കടുക്ക കാണുന്ന 2 വൈറ്റ് ബീഡ്സിൽ കൂടി വയറിനെ കൊണ്ടുപോയിട്ട് 2 വൈറ്റ് ബീഡ്സിൽ കൂടി വയറിനെ കൊണ്ടുവരണം. എന്നിട്ട് 3 ബീഡ്സാണ് വേണ്ടത്. 3 ഗ്രീൻ മുത്താണ് വേണ്ടുന്നത്. അപ്പോൾ ആൾറെഡി നമ്മൾക്ക് 3 മുത്ത് അവിടെ ഉണ്ട്. ഒരു ഗ്രീൻ മുത്ത് 2 വൈറ്റും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 6 ആവുന്നുണ്ട്. എന്നിട്ട് ലെഫ്റ്റിൽ കൂടി കൊണ്ടുവന്നിട്ട് ആ റൗണ്ട് ആക്കുക.
ഫോർത്ത് റോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ 5 ബീഡ്സാണ് എടുത്തത്. നെക്സ്റ്റ് നമ്മൾ 3, നെക്സ്റ്റ് 3, നെക്സ്റ്റ് 4 ബീഡ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ 3 ബീഡ്സാണ് വേണ്ടുന്നത്. നമ്മളിപ്പോൾ 3 ബീഡ്സാണ് എടുക്കുന്നത്, കാരണം നമ്മൾ 2 വൈറ്റ് മുത്താണ് നമ്മൾ ഈ റൗണ്ടിന് വേണ്ടി എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ആ കോർണറാണ്, അപ്പം നമുക്ക് വൈറ്റിൻ്റെ ഒരു മുത്ത എടുക്കുന്നുള്ളൂ, അപ്പോൾ 4 ബീഡ്സ് വേണ്ടി വരും. അവിടെ നമ്മൾ ഒരു മുത്ത എടുത്തുള്ളൂ വൈറ്റ്. സെക്കൻഡ് നമ്മൾ 2 മുത്ത എടുത്തപ്പോൾ 3 മുത്തയാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അവിടെ നമ്മൾ വൈറ്റ് മുത്ത 2 എടുത്തു, അപ്പോൾ 3 ഗ്രീൻ മുത്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ കോർണർ നമ്മൾ 4 ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വീണ്ടും നമ്മൾ 2 വൈറ്റ് മുത്ത എടുത്തു. അടുത്ത റൗണ്ടിന് വേണ്ടി വീണ്ടും 2 വൈറ്റ് മുത്ത എടുത്തു, ഗ്രീൻ മുത്ത് 3 എടുത്തു. ഇതിപ്പം കോർണർ ഭാഗത്ത് വീണ്ടും നമ്മൾ 4 ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് 3 ബീഡ്സ് മതിയാകും ഗ്രീന്, കാരണം വൈറ്റ് ബീഡ്സ് 2 നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ആ കോർണർ ഭാഗത്ത് വരുമ്പോൾ മാത്രം 4 ബീഡ്സ് എടുത്താൽ മതിയാകും. അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇതാ ഒരു മുത്ത്, നെക്സ്റ്റ് റൗണ്ടിന് 2 വൈറ്റ് മുത്ത്, നെക്സ്റ്റ് റൗണ്ടിന് 2 വൈറ്റ് മുത്ത്. അപ്പോൾ അതേ രീതിയിൽ നോക്കി ചെയ്താൽ മതിയാകും. ഇതേപോലെ ഫോർത്ത് റൗണ്ട് അപ്പം നമുക്ക് ഇത്രയും ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് റൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ നോക്കണം നമ്മൾക്ക് എത്ര മുത്താണ് വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾക്ക് 2 ബീഡ്സ് മതിയാകും, കാരണം ലെഫ്റ്റിലും റൈറ്റിലും ഓരോ മുത്തുണ്ട്. ഇപ്പോൾ 2 ആകുന്നു. പിന്നെ 2 വൈറ്റ്, അങ്ങനെ ടോട്ടൽ 6. ഇപ്പോൾ തേർഡ് റോ ഫോർത്ത് റോ ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് നോക്കിക്കേ, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു മുത്തെടുക്കുന്നു, പിന്നെ 2 മുത്തെടുത്തു, നെക്സ്റ്റും 2 മുത്തെടുത്തു. അപ്പോൾ നമുക്ക് കോർണർ ഭാഗം ാണ് നമ്മളത് ക്ലോസ് ചെയ്യുന്നത് ഫോർത്ത് റൗണ്ട്. ഇപ്പോൾ നമ്മൾ 2 ബീഡ്സാണ് എടുത്തിട്ടുള്ളത്, 2 ബീഡ്സ് മതിയാകും. ഇനി നമ്മൾക്ക് ഏതെങ്കിലും ഒരു കോർണറിൽ ഇപ്പം വയറെവിടെയാണോ ഉള്ളത് ഒരു ഗ്രീൻ മുത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ഇനി ഒരു റോയും കൂടി ഇതുപോലെ ഗ്രീൻ മുത്ത് ഉപയോഗിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ 5 ബീഡ്സാണ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ടുന്നത്. അപ്പോൾ 5th റോയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഓരോ റോയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 5 ബീഡ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു മുത്തേ നമ്മൾ എടുക്കുന്നുള്ളൂ കഴിഞ്ഞ റോയുടെ. അപ്പോൾ നമ്മൾക്ക് ഒരു റൗണ്ട് ആയി കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ 2 ബീഡ്സാണ് എടുക്കുന്നത്, ഗ്രീനിൻ്റെ 2 ബീഡ്സ്. അപ്പോൾ അവിടുത്തെ 1, 2, 3 ബീഡ്സ് ഉണ്ട് ആൾറെഡി. അപ്പോൾ നമുക്ക് ഇനിയും 3 ബീഡ്സ് എടുക്കണം റൗണ്ടിന് വേണ്ടി. അപ്പോൾ 3 മുത്തെടുത്ത് നമ്മളെ റൗണ്ട് ചെയ്യുക. ആ ലെഫ്റ്റിലെ ഗ്രീൻ മുത്തിൽ കൂടി കൊണ്ടുവന്നിട്ട്
ഇപ്പോൾ ആ ഗ്രീൻ മുത്തിന് ഇപ്പോൾ വലിയ ഹോൾ ഇത്തിരി കുറവാണ്, അതുകൊണ്ടാണ് കുത്തിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്. വീണ്ടും നമ്മൾ 2 ഗ്രീൻ മുത്താണ് എടുക്കേണ്ടത്. 1 ഒരു ഗ്രീൻ മുത്തിൽ കൂടി 2 ഗ്രീൻ മുത്തിൽ കൂടി കൊണ്ടുവരണം. ഇപ്പോൾ ടോട്ടൽ സൈഡ് ഒരെണ്ണമുണ്ട്. അപ്പോൾ 3 ബീഡ്സ് മതിയാകും, 3 മുത്ത് മതിയാകും. അപ്പോൾ ആൾറെഡി 3 മുത്ത് ഉണ്ട് അവിടെ. നെക്സ്റ്റ് അതുപോലെ തന്നെയാണ്, 3 മുത്ത് വീതം. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലും ആ ഓരോ സൈഡും മാത്രമേ നമ്മൾ 4 എടുക്കുന്നുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ 5 എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം ആ കോർണർ വശം വരുമ്പോൾ 4 ബീഡ്സാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ സൈഡ് വരുമ്പോൾ 4 ബീഡ്സ് എടുക്കണം. നമ്മൾ 4 ബീഡ്സ് എടുത്തു. ഇപ്പം നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ 6 സൈഡാണ് ഉള്ളത്. ഹെക്സഗൺ ഷേപ്പാണ്. 1 2 3 4 5. ഇനി നമുക്ക് 3 ബീഡ്സ് എടുത്താൽ മതിയാകും. ഇപ്പോൾ 2 ഗ്രീൻ മുത്തിൽ കൂടി നമ്മൾ വയറിനെ കൊണ്ടുവരണം. ത്രീ ബീഡ്സ് എടുത്തിട്ട് റൗണ്ട് ആക്കണം. അപ്പോൾ ഇതേ രീതിയിൽ അവിടം വരെ ചെയ്തു വരിക. വീണ്ടും നമ്മൾ 3 ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ 2 ബീഡ്സിൽ കൂടെ വയറിനെ കൊണ്ടുവരിക. 2 ഗ്രീൻ ബീഡ്സിൽ കൂടി വീണ്ടും നമ്മൾ 3 ബീഡ്സ് എടുക്കണം. ഇപ്പോൾ മിഡിൽ പോർഷനിലെല്ലാം നമ്മൾ ആ സൈഡിൽ മാത്രമാണ് ഓരോ മുത്ത് ഗ്രീൻ എടുക്കുന്നത്. ബാക്കി നമ്മൾ ഈ ഓരോ റൗണ്ടിന് 2 ഗ്രീൻ മുത്താണ് എടുക്കുന്നത്. ഇത് നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് 3 മുത്ത് ആ മിഡിൽ പോർഷൻ്റെ എല്ലാം നമ്മൾ 3 മുത്താണ് എടുക്കുന്നത്. നമുക്ക് താഴത്തെ റൗണ്ടിൻ്റെ 2 മുത്ത് നമ്മൾ എടുക്കുന്നത് കൊണ്ട് ആ കോർണർ ഭാഗം മാത്രം 4 ബീഡ്സ് എടുത്താൽ മതിയാകും. അപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 5 ബീഡ്സ് എടുത്തത്. പിന്നെ ആ കോർണർ ഭാഗം ഓരോ സൈഡിൻ്റെയും 6 കോർണർ ഭാഗത്തും 4 ബീഡ്സ് വീതം എടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മിഡിൽ ഭാഗത്തെല്ലാം താഴത്തെ റൗണ്ടിൻ്റെ 2 മുത്താണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 മുത്തെടുക്കുന്നു. അടുത്ത റൗണ്ടിന് വേണ്ടി നെക്സ്റ്റും അടുത്ത റൗണ്ടിന് വേണ്ടി 2 ഗ്രീൻ മുത്തെടുക്കുന്നു. 3 ബീഡ്സ് വീതം കോർത്ത് റൗണ്ട് ചെയ്യുന്നു. അപ്പോൾ ആ കോർണർ വരുമ്പോൾ മാത്രം 4 ബീഡ്സ് വേണം, എന്നാലേ നമുക്ക് ആ ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 4 ബീഡ്സ് എടുത്താണ് ആ കോർണർ ഭാഗം. ഇപ്പോൾ 6 കോർണർ ഭാഗം വരും. ഇപ്പോൾ ഇടയ്ക്ക് മുത്ത് പൊട്ടിപ്പോയാലും അതിന് പകരം ഈ റൗണ്ടിൽ കോർത്ത് പോയാൽ മതിയാകും. ഇനി നെക്സ്റ്റ് നമ്മൾ ഗ്രീൻ മുത്ത് 2 വീതമാണ് എടുക്കുന്നത്. അപ്പോൾ സൈഡിൽ ഒന്നും കൂടെ ആകുമ്പോൾ 3, ഇപ്പോൾ പിന്നെ 3 ബീഡ്സ് മതിയാകും.
അപ്പോൾ ആ കോർണർ ഭാഗം മാത്രം നമ്മൾ 4 ബീഡ്സ് എടുക്കുന്നുള്ളൂ, ആ 5 കോർണർ ഭാഗം. കാരണം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 5 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 4 ബീഡ്സ്, ബാക്കി മിഡിൽ ഭാഗത്തെല്ലാം 3 ബീഡ്സ് മതിയാകും. അപ്പോൾ 2 ഗ്രീൻ മുത്തിൽ കൂടി വയറിനെ കൊണ്ടുവരുന്നു. പിന്നെ സൈഡിൽ ഒരു ഗ്രീൻ മുത്തുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 6 ആവും. 3 മതിയാകും കോർക്കേണ്ടുന്ന മുത്ത്. നെക്സ്റ്റും അതുപോലെ തന്നെ 3 വീതം കൊടുത്താൽ മതിയാകും. പിന്നെ റോ ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും. അവിടെ നിന്ന് നമ്മൾ ആ റൗണ്ടിന് വേണ്ടി 2 മുത്തെടുത്തു, വീണ്ടും 2 മുത്ത് താഴത്തെ മുത്താണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ റൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്ത് നോക്കണം എത്ര മുത്ത് വേണ്ടി വരും. നമുക്ക് 2 സൈഡിലും മുത്ത് വരുന്നു, ലെഫ്റ്റും റൈറ്റും ഓരോ ഗ്രീൻ മുത്ത്, താഴത്തെ റൗണ്ടിൻ്റെ 2 മുത്ത്. അപ്പോൾ ടോട്ടൽ 4 വരുന്നു നമുക്ക്. അപ്പോൾ 2 ബീഡ്സ് മതിയാകും. അതാണ് ശ്രദ്ധിക്കാനുള്ളത് ഓരോ റോയും ക്ലോസ് ചെയ്യുമ്പോൾ. ഇതിപ്പോൾ നമുക്ക് ചെറുതായിട്ട് പിന്നെ കുറച്ച് ചെറിയ അളവിൽ തയ്ച്ചാൽ നമുക്ക് ടീ കോസ്റ്ററായിട്ടൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടേബിൾ മാറ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ആ ഗ്രീൻ മുത്തിൽ കൂടി കൊണ്ടുവന്ന് ഇപ്പോൾ 5th റോ നമുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് കളറ് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇപ്പം തന്നെ വീഡിയോ ഒത്തിരി ലെങ്തി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ചെയ്യാമെന്ന് കരുതിയാണ്. അപ്പം നിങ്ങൾക്ക് പഴയ മുത്തുകൊണ്ട് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഗ്രീൻ മുത്ത് അത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ പിങ്കിൻ്റെയാണ് ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ ഇവിടെ വൈറ്റ് മുത്തിൽ ഇത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാവുന്നതാണ്. ഇനി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ 6 ബീഡ്സ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 5 ബീഡ്സാണ് എടുത്തത്. ഓരോ റൗണ്ടിനും ഓരോ ഗ്രീൻ മുത്താണ് എടുത്തിട്ടുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ 5, പിന്നെ എല്ലാം നമ്മൾ 4 ആണ് എടുത്തത്. 4 ബീഡ്സ് വീതമാണ് സെക്കൻഡ് റോയ്ക്ക്. ഓരോ തവണയും ഓരോ ഗ്രീൻ മുത്ത് എടുക്കുന്നു. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു മുത്തും കൂടി വരും. അപ്പം പിന്നെ നമുക്ക് 4 ചെയ്താൽ മതിയായിരുന്നു. പിന്നെ തേർഡ് റോ സ്റ്റാർട്ട് ചെയ്തപ്പോഴും നമ്മൾ ആ വൈറ്റിൻ്റെ ഒരു മുത്തെടുത്തിട്ട് 5 ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഓരോ റോയി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 5 ബീഡ്സ് വീതമാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഈ വൈറ്റ് മുത്ത് 2 എടുക്കുന്നുണ്ട്, വീണ്ടും നമ്മൾക്ക് 3 മതിയാകും. തേർഡ് റോ മുതൽ അങ്ങനെയാണ്. പിന്നെ 4 അവിടെ വരുമ്പോൾ 4 ബീഡ്സാണ്. നെക്സ്റ്റ് വീണ്ടും 3 ബീഡ്സ്. പിന്നെ നെക്സ്റ്റ് വീണ്ടും നമ്മൾ 4 ബീഡ്സാണ് ആ കോർണർ ഭാഗം വരുമ്പോൾ. വീണ്ടും നമ്മൾ 3 ബീഡ്സ് നെക്സ്റ്റ് മതിയാകും. താഴത്ത് നിന്ന് നമുക്ക് 2 ബീഡ്സ് എടുക്കുന്നുണ്ട്, 2 സൈഡിലെ ഒന്നും കൂടെ കൂടി. വീണ്ടും അവിടെ മാത്രം 4 ബീഡ്സ്, വീണ്ടും അവിടെ 3 ബീഡ്സ്, വീണ്ടും 4 ബീഡ്സ്. അങ്ങനെ ചെയ്തു വന്ന് അവിടെ ക്ലോസ് ആകുമ്പോൾ നമുക്ക് 2 ബീഡ്സ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് റൗണ്ട് റോ തേർഡ് റോ. നെക്സ്റ്റ് നമ്മൾ 4th റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കോർണറിൽ നിന്ന് ഒരു മുത്തേ എടുക്കുന്നുള്ളൂ. പിന്നെ 5 ബീഡ്സാണ് ഗ്രീൻ എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ താഴത്തുനിന്ന് 2 മുത്തെടുക്കുന്നു ആ റൗണ്ടിന് വേണ്ടി, 2 വൈറ്റ് മുത്ത്. അപ്പോൾ നമുക്ക് 3 ബീഡ്സ് മതിയാകും ഗ്രീന്. വീണ്ടും അടുത്ത റൗണ്ടിന് 2 വൈറ്റ് ബീഡ്സ് എടുക്കുന്നുണ്ട്, 3 ഗ്രീൻ ബീഡ്സ്. പിന്നെ കോർണർ ഭാഗത്ത് 4 ബീഡ്സ് വരും. അതിന് വേണ്ടി റൗണ്ട് 2 വീതം എടുക്കുന്നു. കോർണറിൽ നമ്മൾ 4 ബീഡ്സ്, കാരണം ഒരു മുത്തേ ആ കോർണർ ഭാഗം നമ്മൾ എടുക്കുന്നുള്ളൂ. അവിടെ നമുക്ക് ഓരോ റൗണ്ടിന് 2 ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ആ മിഡിൽ പോർഷൻ 2 റൗണ്ടിന്. നെക്സ്റ്റ് നമ്മൾ ഒരു വൈറ്റ് മുത്ത എടുത്തിട്ടുള്ളൂ കോർണർ ഭാഗത്ത്. അവിടെ വരുമ്പോൾ നമുക്ക് 4 ബീഡ്സ് വരും, കോർണർ ഭാഗമല്ല. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 5 ബീഡ്സിലാണ് ഓരോ റോയും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ
3 ബീഡ്സാണ്. 1 2 3 റൗണ്ടിൻ്റെ 3 ബീഡ്സ് എടുത്തിട്ടുള്ളൂ. പിന്നെ സൈഡിൽ മാത്രം കോർണർ ഭാഗത്ത് 4 ബീഡ്സ് വരും. ബാക്കിയെല്ലാം 3 ആണ്. കോർണർ ഭാഗം വരുമ്പോൾ മാത്രം 4 ബീഡ്സ്. അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് 2 ബീഡ്സ് മതിയാകും.